നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം എക്സ്പ്രസ് ട്രിഗണോമെട്രിക് റേഷ്യോ സൈൻ എ സീകെ ടാൻ എ ഇൻ ടേംസ് ഓഫ് കോട്ടയാണ്. അതായത് ഈ സൈൻ എനെയും സീകെനെയും ടാൻ എനെയും കോട്ടിന്റെ ടേംസിൽ എഴുതുക എന്നുള്ളതാണ്. കോട്ടിന്റെ ടേംസിൽ എഴുതുക. അങ്ങനെയാണെങ്കിൽ സൈൻ എ ഈസ് ഈക്വൽ ടു കോട്ടിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, സീകെ ഈസ് ഈക്വൽ ടു കോട്ടിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക, ടാൻ എ ഈസ് ഈക്വൽ ടു കോട്ടിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് സൈൻ എയിൽ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. നോക്കിക്കോളൂ. നമുക്കറിയാം കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 അല്ലേ? ആണോ ശ്രേയ? അവിടുന്ന് കൊസീക് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് എഴുതാലോ? എഴുതാവോ? അവിടുന്ന് കൊസീക് എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് എഴുതാവോ ഡീനെ? എഴുതാം. ഈ നമുക്കറിയാം സൈഡിലോട്ട് എഴുതുകയാണ്. സൈൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ കൊസീക് എ ആണ്. അഥവാ കൊസീക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ സൈൻ എ ആണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ ഈ കൊസീക് എക്ക് പകരം നമ്മൾ എന്താ എഴുതാൻ പോവാ? 1 ബൈ സൈൻ എ എഴുതാൻ പോവാം. ഈസ് ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ. നമുക്ക് സൈൻ എനെ കോട്ടിന്റെ ടേമിൽ എഴുതാനാവുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? സൈൻ എ ആക്കണം എന്ത് ചെയ്യണം? ഇവിടെ നേരെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇവിടെ നേരെ റെസിപ്രോക്കൽ എടുക്കുക. ഇവിടെ ഡിവൈഡ് ബൈ 1 എന്ന് അർത്ഥം അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്താ എഴുതാം? സൈൻ എ ഈസ് ഈക്വൽ ടു 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ. കണ്ടോ? സൈൻ എനെ നമ്മൾ കോട്ടിന്റെ ടേംസിൽ എഴുതി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ ശ്രേയ? ഡീൻ മനസ്സിലായി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് എന്താ എഴുതേണ്ടത്? നമുക്ക് ഇതിനെ അടുത്തത് സൈനയുടെ ടേബിൾ എഴുതി, സീക്കയുടെ ടേബിൾ എഴുതാം. നമുക്കറിയാം ഏറ്റവും സിമ്പിൾ ആയിട്ട് സീക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 ആണ്. അവിടെ നിന്ന് സീക് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സീക് സ്ക്വയർ ടാൻ ഓക്കെ 1 പ്ലസ് ടാൻ സ്ക്വയർ എഴുതാം. അവിടെ നിന്ന് സീകെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ എഴുതാം. അങ്ങനെയാണ് അവിടെ നിന്ന് സീകെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയറിനെ നമുക്ക് സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എന്ന് എഴുതാം. എഴുതാവോ? അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം. അങ്ങനെ എഴുതണ്ട. അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് കോട്ടിലോട്ടല്ലേ എഴുതുന്നത്. നമുക്കറിയാം ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ കോട്ട് എന്ന് എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ ടാൻ സ്ക്വയർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ കോട്ട് സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ മതിയേ. അപ്പൊ ഇവിടെ 1 ബൈ കോട്ട് സ്ക്വയർ എന്ന് എഴുതും. ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ sec a is equal to root of ഇവിടെ LCM എടുക്കുക. cot square a plus 1 divided by എന്താ? cot square. കണ്ടോ? അപ്പൊ sec നെയും cot ന്റെ ടേമിൽ എഴുതിയോ? ഇനി tan നെ cot ന്റെ ടേമിൽ എഴുതണമെങ്കിൽ സിംപ്ലി എന്തെന്ന് എഴുതിയാൽ മതി? tan a is equal to 1 by cot എന്ന് എഴുതിയാൽ കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ ആൻസർ, ഇത് രണ്ടാമത്തെ ആൻസർ, മറ്റൊന്നാമത്തെ. ക്ലിയർ ആണെങ്കിൽ ആണെന്ന് പറയാമോ?
Okay, next question try ചെയ്തേ. Next question ആയാലേ. Next question try ചെയ്തേ. Write all trigonometric ratios of A in terms of sec. അതായത് സൈനേനെ സീക്കയുടെ ടേമിൽ എഴുതുക, കോസേനെ സീക്കയുടെ ടേമിൽ എഴുതുക, ടാനേനെ സീക്കയുടെ ടേമിൽ എഴുതുക, കൊസീക്കേനെ സീക്കയുടെ ടേമിൽ എഴുതുക, പിന്നെന്താ സൈന കോസ ടാന് കൊസീക്ക കോട്ടിനെ സീക്കയുടെ ടേമിൽ എഴുതുക. കണ്ടോ, ഇത്ര എഴുതുക. സീക്കിന്റെ ഞാനൊന്ന് പറയാം, കറക്റ്റ് ആണെന്ന് പറയാവോ? എന്താ സൈനിന്റെ ഞാൻ പറയാം, അത് കറക്റ്റ് ആണെന്ന് പറയാവോ? റൂട്ട് ഓഫ് 6² മൈനസ് 1/6² ആണോ? മനസ്സിലായില്ലടാ നീ പറഞ്ഞത്. നീ എന്തോ ഉദ്ദേശിച്ച സൈനേനെ സീക്കയുടെ ടേമിൽ എഴുതാൻ പോവാ, അതാണോ? സൈനയുടെ സീക്കിന്റെ ടേമിൽ എഴുതി. ആൻസർ ആ ഞാൻ പറഞ്ഞത്. റൂട്ട് ഓഫ് 6² മൈനസ് 1/6² എന്ന്. ഞാനത് ചെയ്ത് കാണിക്കാൻ നോക്കിക്കോളൂ. റൈറ്റ് ഓൾ the other trigonometric ratio in terms of sec A. അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. നമുക്കറിയാം സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് 1 ആണ്. അവിടുന്ന് സൈൻ സ്ക്വയർ എ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എ ആണ്. അവിടുന്ന് സൈൻ എ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് സൈൻ എ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയറിനെ നമുക്ക് 1/sec² എന്ന് എഴുതാം. ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ സൈൻ എ ഈക്വൽ ടു റൂട്ട് ഓഫ് sec² മൈനസ് 1 ഡിവൈഡ് ബൈ എന്താ sec² എന്ന് വരും. ഇതാണ് ഞാൻ ഇങ്ങനെയാണോ എഴുതിയത്? ഇത്രയൊക്കെ മനസ്സിലായത്? അടുത്ത നമുക്ക് എന്താ എഴുതാം? കോസിന്റെ ടേമിൽ എഴുതാം. കോസിന്റെ ടേമിൽ എങ്ങനെ നമുക്ക് എന്താ എഴുതാം? സിമ്പിൾ എഴുതിയാൽ പോലെ. കോസ് എ എന്ന് പറഞ്ഞാൽ എന്താ 1/sec ആണ്. അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനിയും ടാനേനെ നമുക്ക് എങ്ങനെ എഴുതാം? ടാനെ നമുക്കറിയാം എന്താ, ഓൾറെഡി നമുക്കറിയാം sec² മൈനസ് ടാൻ സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അവിടുന്ന് നമുക്ക് ടാനെ സീക്കിന്റെ ടേമിലാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ടാനേനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, 1നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പൊ sec² മൈനസ് 1 ഈക്വൽ ടു പ്ലസ് ടാൻ സ്ക്വയർ ആണ്. അതായത് ടാൻ സ്ക്വയർ ഈക്വൽ ടു sec² മൈനസ് 1. അവിടുന്ന് ടാനെ ഈക്വൽ ടു റൂട്ട് ഓഫ് sec² മൈനസ് 1. ഇതായിരിക്കും എന്റെ
ആ ആ ആ ആ അല്ല അത് ആ പറ. ഇനി നമുക്ക് എന്താ എന്തിന്റെ കോട്ടിന്റെ ടൈം കൂടെ കണ്ടുപിടിക്കണം. അതായത് നമുക്കറിയാലോ എന്താണ് സീക്ക് കോട്ടിനെ നമുക്ക് എങ്ങനെ സീക്കിന്റെ ടൈമിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പം അതിനുവേണ്ടി നമുക്കൊന്നും ചെയ്യണ്ട. വേണ്ടേ, നമുക്കറിയാലോ നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എന്താ, tan √√6² - 1 അല്ലേ. ഈ ടാനിനെ നമുക്ക് 1/cot എന്ന് എഴുതത്തില്ലയോ, √6² - 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോട്ട ആക്കണമെങ്കിൽ നേരെ തിരിച്ചാൽ മതി. അപ്പൊ കോട്ട എന്താ, ഇത് നേരെ തിരിക്കണം, ഇത് റെസിപ്രോക്കൽ. ഇതിപ്പോ 1 ആ, അപ്പൊ അതിനെ എന്ത് ചെയ്യുക, അതിനെ റെസിപ്രോക്കൽ എടുക്കുക. അപ്പൊ അതിനെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/√6² - 1. ക്ലിയർ ആണോ? സാറ് കൊസീക്ക് ഇല്ലേ? കൊസീക്കയും ഉണ്ടല്ലേ. ഓക്കെ, അത് നമ്മൾ എഴുതാം. കൊസീക്കയുടെ എന്താ, കൊസീക്ക സിമ്പിൾ അല്ലേ, cos² - cot² = 1. അവിടുന്ന് cos²(1 - cot²), അവിടുന്ന് cosec A √1 - 1 പ്ലസ് ആണ്, സോറി 1 പ്ലസ്. ക്ലിയർ ആണല്ലോ? സീക്കിന്റെ ടേമിലല്ലേ എഴുതേണ്ടത്? ഓ, സീക്കിന്റെ ടൈമിലായിരുന്നല്ലോ. ഓ സോറി സോറി, നമ്മൾ കോട്ടിന്റെ ടൈമിലായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. സീക്കിന്റെ ടൈമില് നമുക്ക് കൊസീക്കിനെ ടാൻ സ്ക്വയറേക്ക് നമ്മളിവിടെ ഒരു സാധനം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ടാൻ സ്ക്വയർ sec² - 1 ആണ്, sec² - 1 ആണ്. ഇങ്ങോട്ട് എൽസിഎം എടുക്കുമ്പോൾ sec² - 1 + 1 ഡിവൈഡഡ് ബൈ sec² - 1. അങ്ങനെയാണെങ്കിൽ ഈ +1ഉം -1ഉം കട്ട് ചെയ്ത് പോയി cosec². അപ്പം നമുക്ക് അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, നമുക്ക് ആ സൈൻ കണ്ടുപിടിച്ച് വെച്ചില്ലേ, അതിനെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ പോരെ, ശരിയല്ലേ? നമ്മൾ ഇതൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്, നമ്മൾ ലാസ്റ്റ് ആയിട്ട് എന്തുവാ ചെയ്തത്, നമ്മള് സൈൻ എന്തുവാ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ സൈനിന്റെ വാല്യൂ എത്ര കിട്ടിയത് നിങ്ങൾക്ക്? സൈൻ എന്താ, എത്രയാ, എന്താ sec² - 1 ഡിവൈഡ് ബൈ sec² എന്നല്ലേ. നമുക്കറിയാലോ സൈനിന്റെ റെസിപ്രോക്കൽ അല്ലേ കൊസീക്ക്. അപ്പം കൊസീക്കിനെ കണ്ടുപിടിക്കാൻ സൈനെ നേരെ തിരിച്ചിട്ടാ പോരെ.
അപ്പൊ cosec is equal to എന്താ റൂട്ട് ഓഫ് sec സ്ക്വയർ എ ബൈ എന്താണ് sec സ്ക്വയർ എ മൈനസ് 1 ആണ്. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ 9 sec സ്ക്വയർ എ മൈനസ് 9 tan സ്ക്വയർ എ ഈസ് ഈക്വൽ ടു ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഓപ്ഷൻ 1, ബി എന്ന് പറയുന്ന ഓപ്ഷൻ 9, സി എന്ന് പറയുന്ന ഓപ്ഷൻ 8, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ -1. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? ഇവിടുന്ന് 9 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? 9 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി sec സ്ക്വയർ എ മൈനസ് tan സ്ക്വയർ എന്ന് വരും. sec സ്ക്വയർ എ മൈനസ് tan സ്ക്വയർ എന്ന് പറയുന്നത് 1 അല്ലേ? 9 into 1 which will be equal to 9. അപ്പോൾ ഇതായിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 1 പ്ലസ് tan തീറ്റ പ്ലസ് sec തീറ്റ ഇൻറ്റു 1 പ്ലസ് cot തീറ്റ മൈനസ് cosec തീറ്റ ഈസ് ഈക്വൽ ടു ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് 0, എ എന്ന് പറയുന്ന ഓപ്ഷൻ 0, ബി എന്ന് പറയുന്ന ഓപ്ഷൻ 1, സി എന്ന് പറയുന്ന ഓപ്ഷൻ 2, ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നേരത്തെ ഓപ്ഷൻ മാറിപ്പോയത്. കുഴപ്പമില്ല. 0, 1, 2 അതേപോലെ -1 ഇതായിരിക്കും ഇപ്പോഴത്തെ ഓപ്ഷൻ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്താ? ഇതിനെ ഞാൻ ആദ്യം ചെയ്യുന്നത് 1 ബൈ ഈ ടാനിനെ ഞാൻ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാൻ പോവാണ്. പ്ലസ് സീക്കിനെ ഞാൻ 1 ബൈ കോസ് തീറ്റ എന്ന് എഴുതാൻ പോവാണ്. അത് കഴിഞ്ഞു ഇൻറ്റു ഇപ്പുറത്തെ 1 പ്ലസ് ഇതിനെ ഞാൻ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് എഴുതാൻ പോവാണ്. മൈനസ് ഇതിനെ നമുക്ക് 1 ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. ഇവിടെ നമുക്കറിയാം ഇതിപ്പം ഡിനോമിനേറ്റർ കോസ് തീറ്റ, ഇവിടെ ഡിനോമിനേറ്റർ 1 ഉള്ളൂ. കോസ് തീറ്റ അങ്ങോട്ട് മൾട്ടിപ്ലൈ ആകും. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഇൻറ്റു ഇവിടെ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ പ്ലസ് 1 ഡിവൈഡ് ബൈ സൈൻ തീറ്റ. ഓക്കെ, നമുക്ക് എന്ത് വേണ്ടത്? നിങ്ങളെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇവിടെ നിങ്ങളുണ്ടല്ലോ, ഇതിനെ നിങ്ങൾ ഒരു ടേം ആയിട്ട് എഴുതണേ. അതായത് ഈ കോസ് തീറ്റ ഇവിടെ ഈ സ്റ്റെപ്പില്
ഈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ നിങ്ങൾ ഒരു ടേം ആയിട്ട് എടുക്കുക, ഇതിനെ ഒരു ടേം ആയിട്ട് എടുക്കുക. ഇവിടെ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ നിങ്ങൾ ഒരു ടേം ആയിട്ട് എടുക്കുക, ഇതിനെ ഒരു ടേം ആയിട്ട് എടുക്കുക. അതായത് ഇത് എ ആയിട്ട് എടുക്കുക, ഇത് ബി ആയിട്ട് എടുക്കുക, ഇത് എ ആയിട്ട് എടുക്കുക, ഇത് ബി ആയിട്ട് എടുക്കുക. അപ്പൊ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയി. അപ്പൊ എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ലേ വരിക? ആണോ? ഇത് മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ ശ്രേയ? ദീന്? ഓക്കെ. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ബി ഇവിടെ 1 ആണ്, 1 സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ കോസ് തീറ്റ സൈൻ തീറ്റ. ഈ ഐഡിയ മനസ്സിലായോ? എന്നിട്ട് നമുക്ക് ഇവിടെ ഇതിനെ ഇനി എക്സ്പാൻഡ് ചെയ്യണം. ഇതിനെയാ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് കോസ് തീറ്റ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് എന്താ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്താണ് കോസ് തീറ്റ സൈൻ തീറ്റ. ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യാം? ഇതിനെ നമ്മൾ ഈസ് ഈക്വൽ ടു നമുക്കറിയാം അറേഞ്ച് ചെയ്തിരുന്നു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ സൈൻ തീറ്റ. ഇവിടെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. അപ്പോൾ നമുക്ക് 1 പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡ് ബൈ എന്താ കോസ് തീറ്റ സൈൻ തീറ്റ ആണ്. അവിടെ ഈ പ്ലസ് 1 മൈനസ് 1 വെട്ടി ഈ കോസ് തീറ്റ പ്ലസ് 1 മൈനസ് 1 വെട്ടി പറ്റാവുന്നില്ല. പിന്നെ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ കോസ് തീറ്റ സൈൻ തീറ്റ ആണ്. അതിലെ സൈൻ തീറ്റ കോസ് തീറ്റ മുകളിൽ താഴെ വെട്ടി കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ 2. അപ്പോൾ അതിന്റെ ആൻസർ 2 ആയി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. If 2 cos square theta sin square theta എന്ന് പറയുമ്പോൾ 2 times cos square theta sin square theta അല്ലേ? 2 cos theta sin square theta എന്ന് പറയുമ്പോൾ 2 cos theta sin square theta ആണ്. 2 cos theta sin theta അല്ലേ ഉള്ളൂ അവിടെ? അപ്പൊ 2 times cos theta sin theta അല്ലേ? അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ cos theta sin theta എന്നല്ലേ പറയേണ്ടത്? എടാ ഇത് നല്ല ഇതാണല്ലോടാ. ഇത് നോക്കിക്കടാ 2 into 8 divided by 8 എന്ന് പറഞ്ഞാൽ നീ എന്താ ചെയ്യാൻ പോകുന്നത്? 8നെ കട്ട് ചെയ്ത് ആണോ? അപ്പൊ നീ എന്തോ പറയോ? അത് ഒരു 2 8 ഇല്ലേ അവിടെ? ഒരു 8നെ നിലനിർത്തണ്ടേ? അങ്ങനെ ചോദിക്കോ? ഇല്ല. മനസ്സിലായോടാ? മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. അത് തന്നെ ചെയ്യണേ. ആ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം.
അതെന്താ അതിന്റെ ആൻസർ കിട്ടിയോ? നോക്കിയോ അതിന്റെ ആൻസർ, നോക്കിയോ അതിന്റെ ആൻസർ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ആണ്. അപ്പൊ അതിനെ നമുക്ക് അതെന്താണെന്ന് പ്രൂവ് ചെയ്യണം. ഒന്നെങ്കിൽ 4 ഓപ്ഷൻ ആണ്. എ എന്ന് പറയുന്നത് സി കെ ആണ്, ബി എന്ന് പറയുന്നത് -1 ആണ്, സി എന്ന് പറയുന്നത് കോട്ട് സ്ക്വയർ എ ആണ്, ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ എ ആണ്. ടാൻ സ്ക്വയർ എ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ ഇതിനകത്ത് ഏതാണെന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണം. നമുക്കറിയാം സീക് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്? 1 ആണെങ്കിൽ അവിടെ നിന്ന് സീക് സ്ക്വയർ എ എന്ന് പറയുന്നത് നമുക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ മുകളിലുള്ള 1 പ്ലസ് ടാൻ സ്ക്വയറിനെ എന്താക്കാം? സീക് സ്ക്വയർ എന്ന് എഴുതാം ഇല്ലേ? ആ ഒരു ഇത് വെച്ചിട്ട്. ഇനിയും അതേപോലെ തന്നെ കൊസീക് സ്ക്വയർ എ മൈനസ് കോട്ട് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 ൽ നിന്ന് കോട്ട് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു, അതായത് കൊസീക് സ്ക്വയർ എ മൈനസ് 1 ഈസ് ഈക്വൽ ടു കോട്ട് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്നത് പോലെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണ്? 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും കൊസീക് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 1 പ്ലസ് കോട്ട് സ്ക്വയർ എക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാ? കൊസീക് സ്ക്വയർ എന്ന് കൊടുക്കാൻ പോവാ. ഓക്കെ, സീക്കിനെ ഞാൻ 1 ബൈ കോസ് സ്ക്വയർ എന്ന് എഴുതാൻ പോവാണ്. ഹോൾ ഡിവൈഡ് ബൈ കൊസീക്കിനെ 1 ബൈ സൈൻ സ്ക്വയർ എന്ന് എഴുതാൻ പോവാണ്. അപ്പം ഇത് നേരെ എന്ത് ചെയ്യും? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 ബൈ കോസ് സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഡിവൈഡ് ബൈ എന്താ? 1. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എ ഈക്വൽ ടു എന്തായിരിക്കും? ടാൻ സ്ക്വയർ. അപ്പൊ ടാൻ സ്ക്വയർ ആയിരിക്കും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യിപ്പിക്കുന്നുള്ളേ. ഇച്ചിരി ടയർഡാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യനെ ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഇനി നോക്കിക്കോളൂ. ഇത് ഓക്കെ ആണോ? ശ്രേയ ഓക്കെ ആണോ? ശ്രേയ ദീൻ ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ. നോക്കിക്കോളൂ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. cosec theta minus cot theta the whole square is equal to 1 minus cos theta by 1 plus cos theta. Cosec theta minus cot theta the whole square is equal to 1 minus cos theta by 1 plus cos theta. ഇതെന്താ ചെയ്യണമെന്നറിയോ? LHS പ്രൂവ് ചെയ്തിട്ട് ഒന്നെങ്കിൽ RHS ആണ് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ RHS എടുത്തിട്ട് അത് പ്രൂവ് ചെയ്തിട്ട് LHS സോൾവ് ചെയ്തിട്ട് LHS ആണ് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനൊക്കെ രണ്ട് സൈഡ് ഒരുമിച്ച് സോൾവ് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് ഞാനിപ്പം LHS ആണ് എടുക്കാൻ പോകുന്നത്. LHS എടുത്തിട്ട് LHS ആദ്യം എടുത്തെഴുതി എന്ത്? cosec theta minus cot theta the whole square. അപ്പൊ നമുക്കറിയാം cosec theta എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് അതിനെ 1 by sin theta എന്ന് എഴുതാം, മൈനസ് ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? cot theta നെ നമുക്ക് cos theta by sin theta എന്ന് എഴുതാം. cos theta by sin theta എന്ന് എഴുതാം. വെളിയിലെ the whole square ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇനി LCM ഓൾറെഡി ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 1 minus cos theta divided by എന്തെന്ന് എഴുതാം? sin theta the whole square എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? സെപ്പറേറ്റ് ആയിട്ട് 1 minus cos theta divided by എന്തെന്ന്? 1 minus cos theta the whole square divided by sin. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് സ്ക്വയർ കൊടുക്കും. ഇപ്പൊ 2/4 the whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 square by 4 square എന്നല്ലേ അർത്ഥം. അതേപോലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സ്ക്വയർ കൊടുക്കുന്നു. 1 minus cos square theta നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാൻ അറിയാമോ? 1 minus cos theta into 1 minus cos theta എന്ന് എഴുതാം. അതായത് 2 സ്ക്വയറിനെ നിങ്ങൾ 2 into 2 എന്ന് എഴുതുന്ന പോലെ ഉള്ളൂ. ഡിവൈഡഡ് ബൈ sin square theta ക്ക് ഐഡന്റിറ്റി ഉണ്ട് 1 minus cos square theta. ഇവിടെയും ഒരു ട്രിക്ക് ഓർക്കണം. 1 minus cos square theta നെ നിങ്ങൾ എങ്ങനെ കൺസിഡർ ചെയ്യണമെന്ന് അറിയാമോ? 1 square minus cos square theta എന്ന് കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിനെ a square minus b square ആക്കണം. a square minus b square ആക്കുമ്പോൾ a plus b into a minus b ആവുന്ന പോലെ 1 plus cos theta into 1 minus cos theta ആക്കണം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, നമുക്ക് ഈ താഴത്തെ നമുക്ക് എങ്ങനെ ആക്കി മാറ്റാം? ഇവിടെ നോക്കിയോ, is equal to 1 minus cos theta into 1 minus cos theta divided by 1 plus cos theta into 1 minus cos theta. 1 minus ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് is equal to 1 minus cos theta divided by 1 plus cos theta. ഇതായിരുന്നു നമ്മുടെ എന്ത് LHS RHS. കണ്ടോ, LHS is equal to RHS. ഡൗട്ട് ഉള്ളവർ ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എഴുതിയോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, ഡീനോ മനസ്സിലായി. ഓക്കെ, എഴുതിയല്ലോ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, cos A divided by 1 plus sin A plus 1 plus sin A divided by cos A is equal to 2 sec A. അങ്ങനെയാണെങ്കിൽ എന്ത് LCM എടുക്കുക? ഇങ്ങോട്ടും LCM എടുക്കുക. അതായത് LHS ആദ്യം എടുക്കുക. LHS is equal to എന്ന് പറഞ്ഞ് എടുത്ത് എഴുതുക. LHS is equal to എന്താണ്? cos A by 1 plus sin A plus 1 plus sin A divided by, അതായത് ട്രിഗ്നോമെട്രിക് റേഷ്യോ ഫ്രാക്ഷൻ ആയിട്ട് വരുവാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നും ഇല്ലാത്ത ഫ്രാക്ഷൻ ആണെങ്കിൽ ഇതിപ്പം നമുക്ക് സ്ക്വയറിലേക്ക് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം അറിയോ? ഫ്രാക്ഷൻ വരുമ്പോൾ LCM എടുക്കുക എന്നുള്ളതാണ്. ഏതൊരു ഫ്രാക്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾ LCM എടുക്കണം ആദ്യം തന്നെ. പിന്നെ ചിലപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വരാം, എന്താ CK by 1 plus CK അല്ലെ 1 plus cos Aയും അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ CK നെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, cos A ഒക്കെ ആക്കി മാറ്റിയിട്ട് വേണമെങ്കിൽ പിന്നെ LCM എടുക്കണം. അതൊക്കെ ക്വസ്റ്റ്യൻ അനുസരിച്ചാണ്. ഈ പ്രൂവ് ദാറ്റ് മാത്രം നമ്മുടെ തലയ്ക്കകത്ത് ഉദിച്ചു വരേണ്ട സാധനമാണ്. നമ്മളൊരു കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ആ ക്വസ്റ്റ്യൻ ചെയ്യിക്കാം. അതിനനുസരിച്ച് നിങ്ങളുടെ ബ്രെയിൻ അതേപോലെ ഡെവലപ്പ് ചെയ്ത് വരണം, എന്നാലേ ഇത് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാനിവിടെ ഒരു ട്രിക്ക് പറഞ്ഞുതരാണ്. ഇങ്ങനെ ഫ്രാക്ഷൻ വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം LCM എടുക്കുക. എല്ലാത്തിനകത്തും ആദ്യമേ LCM എടുക്കല്ലേ. ചിലതിനകത്ത് അതിന്റെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായിരിക്കണം LCM എടുക്കുന്നത്. അത് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജനറലി ഫ്രാക്ഷൻ വരുവാണെങ്കിൽ LCM എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങോട്ടും ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ മുകളിൽ നമുക്ക് cos A into cos A plus ഇവിടെ 1 plus sin A into 1 plus sin whole divided by എന്താ cos A into 1 plus sin. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ cos square A plus 1 plus sin A the whole square എന്ന് എടുക്കാം divided by cos A into 1 plus sin A. ഓക്കെ ആണല്ലോ. ഞാൻ ഈ മുകളിലത്തെ 1 plus sin A the whole square A plus B the whole square വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പോവാ. അങ്ങനെയാണെങ്കിൽ cos square A plus 1 square plus അതായത് A plus B the whole square, A square plus 2AB plus B square, 1 square plus 2 into 1 into sin A plus എത്ര sin square A whole divided by cos A into 1 plus sin A. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ cos square A plus sin square നമുക്ക് ഇങ്ങനെ എഴുതാം. cos square A plus sin square A plus 1 plus 2 sin A divided by എന്താ cos A into എത്രയാ 1 plus sin A. അങ്ങനെയാണെങ്കിൽ cos square A plus sin square എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് 1 ആവും. അപ്പോൾ 1 plus 1 plus 2 sin A divided by cos A എന്ന് വരും ആണല്ലോ. അങ്ങനെയാണ് 1 plus 1 2 ആണ്. 2 plus 2 sin A divided by cos A എന്ന് വരുവാണ്. ഞാൻ ഇവിടുന്ന് 2 കോമൺ എടുക്കുകയാണ്. 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2 plus 2 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ 1 plus sin A എന്ന് വരും divided by എന്താ cos A. താഴത്തെ cos A into 1 plus sin A ഉണ്ടല്ലോ, 1 plus sin A താഴെയും 1 plus sin A. അപ്പോൾ cos A into 1 plus sin A എന്ന് വരുന്നു. 1 plus sin A കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെയാണെങ്കിൽ 2 by cos A എന്ന് വരുന്നു. 2 by cos A നമുക്ക് 2 into 1 by cos A ആക്കാം. 1 by cos A CK ആണ്. അപ്പോൾ 2 CK എന്ന് വരും. ഇതാണ് നമ്മുടെ RHS. അങ്ങനെ പോകും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.
ഡൗട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ നിർത്താം. ഡൗട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ നിർത്താം. ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ നിർത്താം.